ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ എക്സിക്യൂട്ടീവ് അംഗം സുധീഷ് കുമാറിന് ജാമ്യം ലഭിച്ചു. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ സ്വാഭാവിക നടപടിയെന്നോണം ആണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ജാമ്യം ലഭിച്ച മുൻ എക്സിക്യൂട്ടീവ് അംഗം സുധീഷ് കുമാർ പുറത്തിറങ്ങും. കേസിൽ റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസിൽ മൂന്നാമതായിട്ട് പുറത്തിറങ്ങുന്ന ആളാകും സുധീഷ് കുമാർ. ഉച്ചയ്ക്ക് ജാമ്യ ഉത്തരവ് വരും. അതേസമയം കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കാൻ മാറ്റി. കട്ടിളപ്പാളി കേസിൽ പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. കണ്ഠരര് രാജീവര് ജയിലിലാണ്. അതോടൊപ്പം ദ്വാരപാലക കേസിലെ ജാമ്യാപേക്ഷയും പരിഗണിക്കണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്ത, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ എക്സിക്യൂട്ടീവ് അംഗം സുധീഷ് കുമാർ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്.